നമ്മളൊക്കെ പണ്ട് മിനി സ്ക്രീനിലൊക്കെ കാണുമ്പം എ.കെ. ആൻ്റണി എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട് രാഷ്ട്രീയത്തിൽ. എ.കെ. ആൻ്റണിയുടെ സൗണ്ട് കൊണ്ട് കയ്യടി വാങ്ങി മലയാളികൾ എന്ന മനം കവർന്ന ഒരാളാണ് എൻ്റെ മുമ്പിലേക്ക്. രാജുവേട്ടാ, അങ്ങനെ അമ്മ കുടുംബത്തിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ. മായയുടെ അമ്മ കുടുംബത്തിൽ നിന്ന് മായയുടെ കുടുംബത്തിലേക്ക് എത്തിയെന്ന്. അമ്മയിലായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച, അമ്മ ഇന്ന് മായയിലേക്ക് എത്തി. ഞങ്ങളും ഇത്തവണയുണ്ട്. എന്ത് തോന്നുന്നു ഇന്ന് ഇവിടെ വന്ന് കയറി കണ്ടപ്പോൾ? ഇപ്പോൾ ഞാനീ പറഞ്ഞവര് മറ്റുള്ളവരെയൊക്കെ ആയിട്ട് എല്ലാവരും ഒന്നും റെഗുലറായിട്ട് കാണാൻ പറ്റണില്ല. വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ പോകണുള്ളൂ. പ്രോബ്ലംസുകൾ ഒരുപാട്, എനിക്കറിയാലോ, ഓർമ്മകൾ അത്രയും കറക്റ്റ് ചെയ്യുന്നില്ല. എന്നിരുന്നാൽ പോലും ഇപ്പോഴെങ്കിലുമൊക്കെ പറഞ്ഞ് നിൽക്കുന്നതിൻ്റെ കൂടുതൽ. പിന്നെ അതിൻ്റെ ഇടയിൽ വേറെ പ്രശ്നങ്ങൾ, ദാരിദ്ര്യങ്ങളുടെ പിന്നിലാണ് മുമ്പോട്ട് ഇരിക്കുന്നത്, ഏറ്റവും മുമ്പോട്ട് ഇരിക്കുന്നത്. കാരണം കുട്ടികളുടെ വൈഫിൻ്റെ പ്രശ്നങ്ങൾ, ചെറിയ കുട്ടിയുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ആയിട്ട് പ്രശ്നങ്ങളുടെ മുമ്പിൽ മാത്രമാണ് ഇപ്പൊ നിൽക്കുന്നത്. ആ പ്രശ്നങ്ങളുടെ ഇടയ്ക്കാണ് ഇങ്ങോട്ട് വരുന്നത് നമ്മുടെ ഒരു മനസ്സും സമാധാനം. അല്ല, എല്ലാവരും കൂടി കാണുമ്പോഴത്തേക്ക്, ഇത്രയും പേരെ കൂടി ഒന്നിച്ച് കൂടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷത്തിലാണ് ഏറ്റവും ആ ഉള്ളിൽ തുറഞ്ഞു വന്നിരിക്കുന്നത്. പഴയ ആളുകളെ കാണുന്നു. അതെ, ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് എത്രയോ കാലമായിട്ട്, ഞാൻ ഒരു ശരിക്കും പറഞ്ഞാൽ 12 വയസ്സുള്ളപ്പോൾ ബാലനടനായിട്ട് നമ്മുടെ മക്കാർട്ടി സാറ് പെട്ടിയൊക്കെ വായിച്ചു ആദ്യം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്. അതിനകത്ത് ബാലനടനായിട്ട് വരുന്നുണ്ട്. അത് പെട്ടി വായിക്കാൻ നമ്മുടെ മക്കാർട്ടി സാറ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ സലാത്ത്, നമ്മുടെ പട്ടണം റഷീദ്ക്കല്ലേ, പട്ടണം റഷീദ്ക്കയുടെ ചേട്ടനുണ്ട്. പുള്ളി തബല വായിക്കുന്നുണ്ട്, കോങ്കോഡ്രമും ഒക്കെ വായിക്കുന്ന ആളാണ്. ഇവർ രണ്ടുപേരും കൂടെ ഇതിനകത്ത് പോയി. അന്ന് ഞാൻ നടനായിട്ട് ബാലനടനായിട്ട് തുടങ്ങിയതാണ്. അതിനുശേഷം ഇവിടെ ഇവരായിരുന്നു കറക്റ്റായിട്ട് നിന്നായിട്ട് മമ്മൂക്കയുടെ പുത്തൻ പടം ഒരു 23ഓളം പടങ്ങളൊക്കെ ചെയ്തിരുന്നായിരുന്നു. ഞങ്ങളുടെ സിനിമയില ഏറ്റവും ഇതാക്കിയായിരുന്നു. അതിൻ്റെ ഇടയിൽ നിന്ന് ആണ് ടോവിനോടെ പടമൊക്കെ കഴിഞ്ഞ സമയത്ത് ഇപ്പം ഈ 8 വർഷം 9 വർഷത്തോളമായിട്ടുണ്ട് ടോവിനോടെ ആ പടം. ആ പടത്തിനകത്ത് ഞാൻ വിട്ട ഷർട്ട് മമ്മൂക്ക ഇത് കണ്ടു കഴിഞ്ഞിട്ട് മമ്മൂക്ക പറഞ്ഞ്, എടാ നിനക്ക് ചൂടാവൂലേ? ഞാൻ പറഞ്ഞു, സത്യം പറഞ്ഞാൽ ആ ഒരു ഷർട്ട് ഇപ്പോഴും അതേപോലെ തേച്ചിരിക്കുന്നത് അത് തന്നെ വേറെ കൂടുതലില്ലാത്തത് കൊണ്ടുള്ള സത്യമാണ് എന്ന് മുമ്പിലോട്ട് കാണുന്നത്. ബാക്കി ഇനിയൊക്കെ നിൽക്കുന്നത് വേറെ കുടുംബ പ്രശ്നങ്ങളൊക്കെ മുമ്പോട്ട് പോകും എന്നുള്ള വിശ്വാസത്തിലാണ് മുമ്പോട്ട്. അല്ല, നമ്മൾ പ്രേക്ഷകരൊന്നും മനസ്സിലാക്കണ്ട, ഈ കലാകാരനെ കുറിച്ച് പറഞ്ഞ് ഈ കലാകാരൻ പറയുന്ന ഓരോ കാര്യങ്ങൾ മനസ്സിലാഴത്തില്ല. അപ്പോൾ ഇദ്ദേഹം ഇവിടെ എത്തുമ്പോൾ ഇദ്ദേഹത്തിനുണ്ടാകുന്ന സന്തോഷം ഇതിലും ദാരിദ്ര്യമുള്ളവർ ചിലപ്പോൾ ഉണ്ട്. മിമിക്രിക്കാര്, അവരുടെയും ഒരു കരകയറ്റമാണ് ഈ സംഘടന ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ അതാണെന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ആഴത്തിൽ വെച്ചത്. അല്ല, അതിനകത്ത് ഞാൻ പറയണത് നമ്മുടെ മായിലുള്ള നമ്മുടെ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷനും വിദേശത്തുള്ള അസോസിയേഷൻ അവരൊക്കെ കൂടി ചെയ്തതുകൊണ്ടാണ് ഞാൻ തിരിച്ച് നിന്നത്. ഇപ്പൊ നിലവിൽ ഞാൻ നിന്നിരുന്നിട്ടുള്ളത് മറ്റുള്ളവർ തന്നിരുന്ന ഇതുകൊണ്ടാണ്. അതൊന്നും ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റണില്ല. എല്ലാവരെയും തിരിച്ച് കാണാൻ പറ്റും എന്നുള്ള വിശ്വാസം തന്നെ മാത്രമാണ് പ്രതീക്ഷ മുമ്പിലുള്ളത്. നമുക്ക് എ.കെ. ആൻ്റണി സാർ ഉണ്ടെങ്കിൽ ഇന്ന് ഈ മാട സംഘടനയിൽ വരുമ്പോൾ എല്ലാവരും ഒന്ന് ക്ഷണിക്കുന്നത് എങ്ങനെയായിരിക്കും? എ.കെ. ആൻ്റണി പറഞ്ഞതിന് മുമ്പ് എ.കെ. ആൻ്റണി സാറ് നേരത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്തുള്ള ഒരു വോയിസ് ഞാൻ ഇത് ചെയ്യാം. എനിക്ക് പെട്ടെന്ന് സാധനങ്ങളൊന്നും എൻ്റെ മുമ്പിലേക്ക് ഞാൻ ചെയ്തു വെച്ച പെട്ടെന്ന് ഇരിക്കുന്ന സാധനങ്ങൾ ഞാൻ പറയാം. In between lot of things happen. How should visit it at the reality? Compared to the India, the age of building, infrastructure, China is much advanced. Their development is superior to India. We are only catch. Why? Independent India many years holds its own border. Undeveloped the border is safer than developed the border. ഇത് ഞാൻ കേന്ദ്ര വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് ചൈനയുമായിട്ടുള്ള നിലപാട്. ഒത്തിരി സന്തോഷം ചേട്ടാ. ഇനിയും ഈ പറഞ്ഞ പോലെ ഇനിയും നിങ്ങൾ പെർഫോമൻസുമായിട്ട് മുന്നോട്ട് വരണം. അത് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതാണ്. അങ്ങനെ തന്നെ വരണം. ഒത്തിരി സന്തോഷം. നമുക്ക് സ്റ്റേജിൽ കാണാം. വേലും പരിപാടികൾ. ഒത്തിരി സന്തോഷം. കൂടെ ഉണ്ടാവും. എന്താവശ്യം വിളിച്ചു കേട്ടോ. മാത്രമല്ലല്ലോ ഞാൻ വെള്ളാപ്പള്ളി അതിന് ചെയ്യാനുണ്ട്. നമുക്ക് ചെയ്യാനുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുണ്ട്. അതൊക്കെ ഞാൻ ഇടയ്ക്ക് ചെയ്യിപ്പിക്കും. ഒത്തിരി സന്തോഷം. ഇതാണ് കലാകാരന്മാർ, ഇങ്ങനെയാണ് കേട്ടോ. കലാകാരന്മാർ ഒരു മടിയുമില്ലാതെ കലാകാരന്മാർ ഇങ്ങനെ വരുവാണ്. നമസ്കാരം. എന്തുണ്ട് വിശേഷമൊക്കെ? നന്നായി പോകുന്നു. സുഖമായിട്ടിരിക്കുന്നു. എങ്ങനെയുണ്ട്?
മായുടെ പ്രവർത്തനമൊക്കെ? മായുടെ പ്രവർത്തനമൊക്കെ ഏറ്റവും നല്ല രീതിയിൽ പോകുന്നുണ്ട്. വലിയൊരു അനുഗ്രഹം തന്നെയാണ് നമ്മൾ കലാകാരന്മാർക്ക്. കാരണം ഒരുപാട് കലാകാരന്മാരിങ്ങനെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ജോലി ഇല്ലാതെ ഇരിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഒരുപാട് സഹായങ്ങൾ, വീട് വെച്ച് കൊടുക്കുന്ന, അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ മാ ചെയ്യുന്നുണ്ട്. മായുടെ എല്ലാ പ്രവർത്തകർക്കും, എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും. ഇത്തവണ വന്ന് കണ്ടപ്പോൾ എങ്ങനെ തോന്നി? അയ്യോ, ഭയങ്കര ഗംഭീരം, അടിപൊളിയായിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ഭയങ്കര സന്തോഷം. വന്നില്ലായിരുന്നെങ്കിൽ അത് ഭയങ്കര നഷ്ടമായി പോയാൽ ഞാൻ ഇപ്പോൾ തോന്നുന്നു. എത്ര വർഷമായി മെമ്പർ? കഴിഞ്ഞ വർഷമാണ് ഞാൻ ജോയിൻ ചെയ്തത്. തുടങ്ങിയ സമയം തൊട്ടുണ്ട്. പക്ഷേ ഞാൻ ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് തിരിച്ച് നാട്ടിലോട്ട് പോയതുകൊണ്ട് എനിക്കിതിലെ പ്രവർത്തനങ്ങളുമായിട്ട് കൂടുതൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ ഇപ്പോൾ 2 വർഷമായിട്ട് പൂർണ്ണമായിട്ടും മായുടെ കൂടെ തന്നെ. എന്ത് പെർഫോമൻസ് ആണ് ചെയ്യാറുള്ളത്? ബേസിക്കലി ഞാനൊരു ഡാൻസർ ആയിരുന്നു. പിന്നെ കോമഡി സ്കിറ്റുകൾ അങ്ങനെ ചെയ്തു. ഇപ്പം സീരിയലും സിനിമയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. എല്ലാ മേഖലയിലും ഉണ്ട് അത്യാവശ്യം അല്ലേ? അത്യാവശ്യം എല്ലാ മേഖലയിലുണ്ട്. അപ്പോൾ സന്തോഷമല്ലേ? കൈനേരം പ്രൈസ് ഉണ്ട്. ഞങ്ങൾ ഒരു ലക്കി ഡ്രോയിൽ ഇപ്പോൾ കൊട്ടയുടെ മൈജി വരുന്ന ഒരു പിന്നെ അജ്മി തരുന്ന പ്രൈസുകളുണ്ട്. പിന്നെ IFA ഫർണിച്ചർ കട തരുന്ന പ്രൈസ് ഉണ്ട്. അത് അതൊക്കെ ഗെയിം ഷോയ്ക്കുള്ളതാണ്. ഗെയിം ഷോയിൽ അത് ഒരു ബെഡ്റൂം കൊണ്ട് സെറ്റ് ചെയ്ത് തരും. അത് അകത്ത് കാണുമ്പോൾ ബെഡ്റൂം കാണാൻ പറ്റും നിങ്ങൾക്ക്. അങ്ങനെ എല്ലാ സംവിധാനവും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഇത്തോടെ. ഒത്തിരി സന്തോഷം. താങ്ക് യു. നമ്മുടെ കലാകാരന്മാരിങ്ങനെ ഓരോന്ന് വരാനായിട്ട് വരുന്നുണ്ട്. എല്ലാവരും ഒരുമിച്ചൊക്കെ വരും. ഇന്ന് പൊളിക്കും നമ്മൾ ഇങ്ങോട്ട്. അതേസമയം അവിടെ നിൽക്കുകയാണ്. ഇന്നസെന്റ് ഒക്കെ ഒന്ന് ചെയ്യിപ്പിക്കാം. അവിടെ വെയിറ്റ് ചെയ്യാം. കാമോണ്ട് ഡിയർ, ഹാപ്പി അല്ലേ? പറയൂ, എങ്ങനെയാണ് മാ സംഘടന വന്നു കഴിഞ്ഞപ്പോൾ, ഇവിടെ വന്ന് കയറിയപ്പോൾ എന്തൊക്കെ തോന്നിയപ്പോൾ? ഒരുപാട് ഒരു 10-30 വർഷം മുമ്പുള്ള ബന്ധമുള്ള എല്ലാ സുഹൃത്തുക്കളെയും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ താരങ്ങളെയും ഒക്കെ കാണാൻ പറ്റുക, എന്നിട്ട് പഴയ കാലങ്ങൾ ഓർമ്മ വയ്ക്കാൻ പറ്റുക. എന്ത് തിരക്കുണ്ടെങ്കിലും മാറ്റിവെച്ച് എല്ലാവരും ഓടിയെത്തുന്നത് തന്നെ അതിന് വേണ്ടിയിട്ടാണ്. കാലഘട്ടങ്ങൾക്കനുസരിച്ചുള്ള മിമിക്രിയുടെ മാറ്റം, ജനങ്ങളുടെ ആസ്വാദന ശൈലിയിലുള്ള മാറ്റം, അവതരണത്തിലുള്ള മാറ്റം, അങ്ങനെ പല ഘട്ടങ്ങളിലുള്ളവരെയൊക്കെ കാണാനും, പല ഘട്ടങ്ങളിലുള്ളവരും പല തരത്തിൽ അഭിനയിക്കുന്നവരായാലും ഒറ്റ മനസ്സോടുകൂടി ഒരുമിച്ച് കൂടുന്ന ഒരു നിമിഷമാണിത്. വർഷത്തിൽ വീണ് കിട്ടുന്ന ഒരേ ഒരു ദിവസം. ഇപ്പോൾ ഞാൻ രാജസാബിനോടൊക്കെ പറയാറുണ്ട്, 30 വർഷം മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് ദൂരദർശനിൽ അവതരിപ്പിച്ചത്. അങ്ങനെ അതിൽ പലരും സിനിമയിലെത്തി, പലരും വിദേശ ഷോകൾ നടത്തി, ഇപ്പോൾ സ്റ്റേജ് ഷോ നടത്തിക്കൊണ്ട് ഇന്നും ഞാൻ ഈ പ്രായത്തിലും സ്റ്റേജ് ഷോ നടത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ മിമിക്രി സ്റ്റേജ് ആർട്ടിസ്റ്റുകളുടെ ഒരു സംഘടന. അതിന്ന് പലരും പല രീതിയിലെത്താൻ പറഞ്ഞാൽ കഴിവില്ലാഞ്ഞിട്ടല്ല, അവസരങ്ങൾ വന്നു ചേരുന്നവർ അവരുടെ കഴിവ് മറ്റുള്ളവർ കാണുമ്പോൾ പ്രഗത്ഭരാകുന്നു. അത് വന്നുകൊണ്ടിരിക്കുന്ന പലർക്കും പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് കലാകാരന്മാർ പ്രസിദ്ധിയിലേക്ക് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ആദ്യം ചെയ്തത് എന്തായിരുന്നു മിമിക്രി എന്ന നിലയിൽ? ഞാൻ ആദ്യം നാടകത്തിലായിരുന്നു. 30 വർഷമായിട്ട് മിമിക്രിയിലെ ഞാനും നിയാസ് ബക്കർ ഒരുമിച്ചാണ് മിമിക്രി. ഞങ്ങള് സ്കിറ്റുകളാണ്, പിന്നെ സ്റ്റാറുകൾ ചെയ്തു. സ്റ്റാറുകൾ അന്നത്തെ സമയത്തൊക്കെ ഒരുപാട് സ്റ്റാറുകൾ ചെയ്യും. 2 സ്റ്റാർ അതെന്താ വെച്ച് കഴിഞ്ഞാൽ പുതിയ പിള്ളേർ ഇവിടെ നമുക്ക് കാണുന്നതല്ല, പഴയ ആൾക്കാർ കണ്ടിട്ടുണ്ടല്ലോ. ഒരു സ്റ്റാർ ഞാൻ ഇപ്പൊ സ്കിറ്റുകളും പിന്നെ ഈ നമ്മളിപ്പോ മറിമായം അളിയൻസ് മറിമായത്തില് ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ഞാൻ സുഗതൻ. ആ സുഗതൻ ഇന്ന് മായിലേക്ക് വരുന്ന ആളുകളെ ഒന്ന് ക്ഷണിച്ചേ. ആ സുഗതന്റെ അത് നിങ്ങൾ മറിമായം കാണാറില്ലേ? പിന്നെ ഞാൻ കാണാറുണ്ട്. മറിമായത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സുഗതൻ എന്നൊരു പേരേ ഉള്ളൂ. ഞാൻ 800-850 മറിമായം കഴിഞ്ഞു 850 ക്യാരക്ടറാണ് അതിൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്യാരക്ടർ ഈ മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ടുള്ള സുഗതൻ ഇവിടെ വന്നിരിക്കുന്നു എന്ന് കരുതിയാൽ മതി. അതാണ് ആ കഥാപാത്രങ്ങൾ. ഏത് കഥാപാത്രങ്ങളാണോ, ഇപ്പം ഞാൻ അതിൽ കുടിയനായിട്ട് ചെയ്തിട്ടുണ്ട്, ധർമ്മക്കാരനായിട്ട് ചെയ്തിട്ടുണ്ട്, മിനിസ്റ്ററായിട്ട് ചെയ്തിട്ടുണ്ട്, പോലീസ് ഓഫീസർ. അപ്പം അങ്ങനെ 800 പരം കഥാപാത്രങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ സുഗതൻ, മിമിക്രി ആർട്ടിസ്റ്റായ സുഗതൻ ഞങ്ങളുടെ സംഘടന പരിപാടി ആസ്വദിക്കാനായി എത്തിയെന്ന് മാത്രം കരുതി. എല്ലാവർക്കും ഓക്കെ, താങ്ക് യു. അതാണ് ഓരോ ആൾക്കാർ വരുന്നു. മൈജി വീട്ടിലൊരു വാഷിംഗ് മെഷീൻ എന്ന പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ അടുത്തുള്ള മൈജി ഫ്യൂച്ചർ സ്റ്റോറിലെത്തൂ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.